ഹായ് കൂട്ടുകാരെ, PSCയിൽ ആവർത്തിച്ചു ചോദിക്കുന്ന മലയാള സാഹിത്യത്തിലെ പ്രധാന ചോദ്യങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോ. അമേരിക്കൻ വനിത കാതറിൻ മേയോട് ഭാരതസ്ത്രീത്വത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഉള്ളൂരിന്റെ കൃതി. ചിത്രശാല. വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം. ബധിരവിലാപം. MDയും NP മുഹമ്മദും ചേർന്ന് രചിച്ച നോവൽ. അറബി 1. ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി. ഉണ്ണായി വാര്യർ. ഗയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന കൃതി രചിച്ചത്. നിരഞ്ജൻ. കേരള ചോസർ എന്നറിയപ്പെടുന്നത്. ചി രാമൻ. കണ്ണശഭാരതം എഴുതിയത്. രാമപണിക്കർ. വെൺമണി പ്രസ്ഥാനത്തിന്റെ അനന്തരാവകാശി. വള്ളത്തോൾ. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ രചിച്ച വിലാപകാവ്യം. ബാപ്പുജി. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ. അഗ്നിസാക്ഷി. ഏറ്റവും വലിയ ചമ്പുകൃതി. രാമായണം ചമ്പു. നിരണം കവികൾ എന്നറിയപ്പെടുന്നത്. രാമപണിക്കർ, മാധവപണിക്കർ, ശങ്കരപ്പണിക്കർ. കർണനെ നായകനാക്കി PK ബാലകൃഷ്ണൻ രചിച്ച നോവൽ. ഇനി ഞാൻ ഉറങ്ങട്ടെ. മലയാളം അച്ചടിയുടെ പിതാവ്. ബെഞ്ചമിൻ ബെയ്ലി. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം. സംക്ഷേപ വേദാർത്ഥം. ഭീമനെ നായകനാക്കി MD രചിച്ച നോവൽ. രണ്ടാമൂഴം. മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി. നളചരിതം ആട്ടക. നളചരിതം ആട്ടകഥ രചിച്ചത്. ഉണ്ണായി വാര്യർ. മയൂരസന്ദേശം രചിച്ചത്. കേരളവർമ്മ വലിയ കോയിത്തപുരാൻ സിനിമയാക്കിയ ആദ്യ നോവൽ. മാർത്താണ്ഡവർമ്മ. വരിക വരിക സഹചരേ എന്ന ഗാനം എഴുതിയത്. അംഷി നാരായണ പിള്ള. ഉള്ളൂർ രചിച്ച പച്ച മലയാള കൃതി. ഒരു നേർച്ച. പ്രാചീന കവിയത്രം എന്നറിയപ്പെടുന്നത്. ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിയത്രം എന്നറിയപ്പെടുന്നത്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കേരളത്തിൽ സംസ്കൃത ഭാഷയിലുണ്ടായ ആദ്യ സന്ദേശകാവ്യം. ശുകസന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായി കണക്കാക്കുന്നത്. പാട്ട് പ്രസ്ഥാനം. മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി. രാമചരിതം. എഴുത്തച്ഛന്റെ ജന്മസ്ഥലം. തുഞ്ചൻ പറമ്പ്. ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കുന്ന മലയാള കവി. വള്ളത്തോൾ. ഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ രചിച്ച കൃതി. എന്റെ ഗുരുനാഥൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. എഴുത്തച്ഛൻ. ഉള്ളൂർ രചിച്ച നാടകം. ദൈവമേ കൈത്തൊഴാം എന്ന ഗാനം എഴുതിയതാർ. പന്തളം കേരളവർമ്മ. ജെ കോമള കേരള ധരണി എന്ന ഗാനം എഴുതിയത്. ബോധേശ്വരൻ. കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത്. നാലപ്പാട്ട് നാരായണ മേനോൻ. ആശയഗംഭീരൻ എന്ന് വിശേഷിപ്പിക്കുന്ന മലയാള കവി. കുമാരനാശാൻ. പുതുമലയാൻമദൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. വള്ളത്തോൾ. ശ്രീകൃഷ്ണ ചരിത്രം ആസ്പദമാക്കി മലയാളത്തിൽ ആദ്യമുണ്ടായ കാവ്യം. കൃഷ്ണഗാഥ. മലയാള ഭാഷയിലുണ്ടായ ആദ്യ സന്ദേശകാവ്യം. ഉണ്ണുനീലി സന്ദേശം. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.